സൗജന്യ യാത്ര ലഭിക്കാത്തതിൽ തന്നെയാണ് പ്രതിഷേധം. ഓർഡറില്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരില്ലേ? ചില റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ ഫസ്റ്റിലെ ചോദിച്ചല്ലോ, വാഗ്ദാനങ്ങൾ നൽകിയല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. നമ്മൾ ഈ സൗജന്യ യാത്ര ലഭിക്കാത്തതിലാണോ? തീർച്ചയായിട്ടും. എന്താ എന്റെ ഉദ്ദേശം? സൗജന്യ യാത്ര ലഭിക്കാത്തതിൽ തന്നെയാണ് പ്രതിഷേധം. ഒരു വെടി ശബ്ദമാണ് കേൾക്കുന്നത്. ഈ സൗജന്യ യാത്ര കിട്ടുന്നവിടം വരെ കേരളത്തിലെ മഹിളാ മോർച്ച ശക്തമായിട്ട് തന്നെ തെരുവിലിറങ്ങും. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ആ ഇരിക്കുന്ന കൊമ്പ് വെട്ട കൃത്യമായി വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് എല്ലാ KSRTC ബസ്സിലും കയറി. എന്നിട്ട് ഉൾപ്പെടെ ഇന്ധനവില ഉൾപ്പെടെ വർദ്ധിച്ചിട്ടുണ്ട്. എന്തോ വില ഉൾപ്പെടെ ഞാൻ ചോദിച്ചല്ലോ, ഫസ്റ്റിലെ റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ ഫസ്റ്റിലെ ചോദിച്ചല്ലോ, സഹോദര ആ വാഗ്ദാനങ്ങൾ നൽകിയല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയ അടുത്ത് മാത്രമേ യാത്ര ചെയ്യാനാകൂ എന്നും അറിയിച്ചു. പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല എന്നാണോ? അവരോടൊന്ന് ചോദിക്കാമോ? എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഭരണഘടനാപരമായ ഒരു സർക്കാർ വരാതെ എങ്ങനെ വാഗ്ദാനം നടപ്പിലാക്കും? മനുഷ്യന് അസൂയ പാടില്ല. വാഗ്ദാനം പറയാൻ തയ്യാറാവരുത്. ആദ്യ മന്ത്രിസഭ കൂടിയതിനു ശേഷമല്ലേ നമ്മൾ പ്രതിഷേധിക്കേണ്ടത്? നടന്നില്ലെങ്കിൽ എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി. നിങ്ങൾ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് സൗജന്യ യാത്ര, അതല്ലെങ്കിൽ ബസ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. ഞാൻ ടിക്കറ്റ് കൊടുത്തു. ഓർഡറില്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരില്ലേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ കണ്ടക്ടർ സ്വന്തം നിലയ്ക്ക് തന്നെ ഈ പ്രവർത്തകർക്ക് ടിക്കറ്റ് നൽകുകയായിരുന്നു. ആ ഒരു പ്രതിഷേധം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി സ്വന്തം നിലയ്ക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി 22 വനിതാ പ്രവർത്തകർക്കാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. 22 പേർക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്കുള്ള ടിക്കറ്റ്, ഒരു ടിക്കറ്റിന് 40 രൂപയാണ്. ആ ടിക്കറ്റ് കണ്ടക്ടറുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.